ആള് വളരെ കൂളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ ഉള്ളി അത് വഴറ്റി എടുത്ത് ഇതിന് മസാല തേച്ച് മേടിച്ച. പക്ഷെ ഇതൊന്നുമല്ല, ഇതിന് വേറെ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്ന് നമുക്ക് തൃപ്തിയായിട്ട് വരും. ഉച്ചയ്ക്ക് മീന് കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ വരുന്ന ആളുകളെയാണ് നമുക്ക് പരിചയം. പക്ഷെ ഇവിടെ വരുന്നത് മീൻ കഴിക്കാൻ വേണ്ടി ഊണ് വാങ്ങുന്ന ആളുകളെയാണ്. എവിടെയാണെന്നല്ലേ? ആരതിനുബിൻ ഫാമിലി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പുതിയറ ജംഗ്ഷന് സമീപമുള്ള അമ്മ മെസ് ഹൗസിലാണ്. അതായത് കോഴിക്കോട് ടൗണിലെ ഒരു ഹോംലി ഫീലില് ലഞ്ച് കഴിച്ച് പോകാൻ പറ്റുന്ന നല്ല എരിവുള്ള മസാലയുള്ള നല്ല ടേസ്റ്റുള്ള ചെമ്പല്ലിയും അയക്കൂറയും ഒക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന അമ്മ മെസ് ഹൗസിലാണ്. അമ്മ മെസ് ഹൗസിൽ വന്നിരിക്കുന്നത് അമ്മ മെസ് ഹൗസിൽ കിച്ചൺ കാണാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയിൽ നമ്മൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന അടുക്കളയിൽ മീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സമയം 1 മണിയായി. അപ്പം എന്തായാലും പ്രിപ്പയർഡ് ആണ്. അതായത് മീനൊക്കെ വെട്ടി ശരിയാക്കി ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇതെവിടെയാണ് പ്രിപ്പറേഷൻ. ഇതിൽ ഏറ്റവും പ്രത്യേകത, അതായത് നമ്മളിപ്പം ഇവിടെ വന്നത് മാത്രമല്ല, അതായത് ഇവിടെ വന്ന് പിന്നെ കഴിച്ച ആൾക്കാർ മാത്രമല്ല, അമ്മ മെസ്സിനെ പറ്റി അറിയാത്തവരാരുമില്ല. ഈ മീനാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു പ്രത്യേകത, ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഇവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, നമ്മളെ കോഴിക്കോട്ടുകാരും അല്ലെങ്കിൽ കോഴിക്കോടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും പറയുന്ന ഒരു പ്രത്യേകത, ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എവിടെ മീൻ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരിങ്ങനെ മസാല പുരട്ടി വെക്കുന്ന മീന് ഇങ്ങനെ ആളുകൾ വരുന്നതനുസരിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പിന്നെ നമുക്കിവിടെ മീനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്തായാലും സംസാരിക്കാം. ഇവരാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് മീൻ പ്രിപ്പയർ ചെയ്യുന്നത്. ചേച്ചിന്റെ പേരെന്താ? രുക്മിണി. നിങ്ങൾ എത്ര നാളായി ഈ ഇവിടെ അമ്മ മെസ് തുടങ്ങിയത്? എത്ര കാലമായി? 23 വർഷം. ഈ മീൻ വിഭവം തുടക്കം മുതൽ ഉണ്ടായിരുന്നു അതോ ഇപ്പോൾ? എല്ലാവർക്കും അറിയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മീന്, ചെമ്പല്ലി, അയക്കൂറ ഇതൊക്കെ കഴിക്കാനുള്ള ആളുകളുണ്ട്. ഇതിൽ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. എന്താണ് ആ മസാല? മസാല ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അടിച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. ആള് വളരെ കൂളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ ഉള്ളി അത് വഴറ്റി എടുത്ത് ഇതിന് മസാല തേച്ച് മേടിച്ച. പക്ഷെ ഇതൊന്നുമല്ല, ഇതിന് വേറെ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്ന് നമുക്ക് തൃപ്തിയായിട്ട് വരും. ഇവര് വളരെ കൂളായിട്ട് പിന്നെ നമ്മളോട്, നമ്മൾ സാധാരണ വീട്ടിൽ മീൻകറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുടെയൊക്കെ കുറെ സാധനങ്ങളുടെയൊക്കെ കൂട്ടുപറഞ്ഞിട്ട് ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും അല്ലാത്ത, അതായത് എന്താന്ന് വെച്ചാൽ എന്തോ ഒരു സ്പെഷ്യൽ. കാരണം ഇല്ലെങ്കിൽ ഇത്രയും പേര് അമ്മ മെസ് ഹൗസ് അന്വേഷിച്ച് ദൂരത്ത് നിന്ന് വരെ ആളുകൾ വരില്ലല്ലോ. ഇവര് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതി? അതായത് നിങ്ങള് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു? അച്ഛൻ്റെ അനിയനാണ് തുടങ്ങുന്നത്. ഒരു ഫയൽ ഫാക്ടറി ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. അപ്പൊ അത് കൂട്ടിപ്പോയപ്പോൾ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തുടങ്ങിയതാണ്. അപ്പം ഇവിടെ കുറച്ച് ബസ്സൊക്കെ നിർത്തിയിടുന്നു. ആദ്യം ബസ്സുകാരുടെ കച്ചവടമൊക്കെ ആയിരുന്നു. പിന്നെ ബസ്സൊക്കെ പോയി, ഇവിടെ നിർത്തിടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. പിന്നെ ആളുകൾ അറിഞ്ഞ് വന്ന് പിന്നാണ് ആളുകൾ വരാൻ തുടങ്ങിയത്. ഇപ്പം എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നു, എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും വരുന്നു. ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടിയതാ? അത് അമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുണ്ടാക്കുന്നത് ശീലമുള്ളത് ഇവിടെയൊക്കെ എടുത്ത്. അപ്പൊ അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു റെസിപ്പി അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ അതായിരിക്കും. അപ്പൊ ഇത് നമ്മള് ഈ പിന്നെ മസാല പുരട്ടി വെച്ച മീന് അടുത്ത റൗണ്ട് ഇവര് പിന്നെ അടുപ്പത്തിലേക്ക് ഇടാൻ പോവാണ്. ഇതാണ് ഇവരുടെ ഒരു പരന്ന പിന്നെ പാത്രമാണ്. വിറകടുപ്പിലാണ് എല്ലാ ഭക്ഷണം, ഇവിടെ എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കുന്നത് വിറകടുപ്പിലാണ്. വിറകടുപ്പില് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് അതെന്തായാലും ഒരു മുന്തി നിൽക്കും, ഒരു മുകളിൽ നിൽക്കും എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്. അയക്കൂറയും ചെമ്പല്ലിയും ഒക്കെ വെച്ചോണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അയക്കൂറയും ചെമ്പല്ലിയുമാണ് ഇവിടുത്തെ ഏറ്റവും
ഫേവറേറ്റ് രുചി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം, ഇവർ താമസിക്കുന്ന വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വർക്ക് ചെയ്യുന്നത്. ഈ വീടിന്റെ മുറ്റത്താണ് ഇവിടെ ഒരു പന്തൽ കെട്ടിയിട്ട് ഇവിടെ 23 വർഷമായിട്ട് ഇവരിവിടെയാണ്. അതായത് വീടുമായി ബന്ധപ്പെട്ട് ഭയങ്കര ആ ഒരു എന്താ പറയാ, പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കിച്ചണും കൂടി പ്രവർത്തിക്കുന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഹോട്ടലായിട്ട് ഒരു പ്രത്യേക കെട്ടിടം ഒന്നും ഇതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും ഇവരിതാ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ അയക്കൂറയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അയക്കൂറയും അതിൻ്റെ മസാല എടുത്തു. അതിൻ്റെ മസാലേൻ്റെ മുകളിൽ ഇതാ കണ്ട കുറച്ച് കറിവേപ്പില വിതറി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളിയാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് ആദ്യം മസാല ടേസ്റ്റ്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെളിച്ചെണ്ണ ഉണ്ട്, ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട്. അതുപോലെ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. എരിവാണ്. ഇനിയിപ്പം മീന് ടേസ്റ്റ് ചെയ്യാം. മസാലയുടെ സെയിം ടേസ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന നല്ല ലെവൽ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന നല്ല ടേസ്റ്റ്, സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് മുരിഞ്ഞ പിന്നെ ഫിഷാണ്. അയക്കുറയാണ്. നല്ല ടേസ്റ്റ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. അപ്പം ഈ ഒരു പിന്നെ എരിവും അതുപോലെ ഇതിൻ്റെ മൊത്തത്തിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ആ ഒരു മസാലയുടെയും അതുപോലെ ഇതിൽ ഇവർ ചേർത്തിരിക്കുന്ന ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് മൊത്തത്തിൽ നല്ല ഹൈലൈറ്റ് ചെയ്യുന്ന, കുറച്ച് എരിവ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ശേഷം ഞങ്ങൾക്ക് ഇതൊന്ന് പാഴ്സൽ ചെയ്ത് തരും. പിന്നെ അതോടൊപ്പം തന്നെ ചോറും. അപ്പൊ ഞങ്ങള് പിന്നെ എന്തായാലും ചോറും മീനും പാഴ്സൽ ചെയ്തിട്ട് കഴിച്ചിട്ട് പോവാണ്. പിന്നെ വാങ്ങിയിട്ട് പോവാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഭയങ്കര അഭിപ്രായമാണ്. അപ്പം കുറെ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് മെസ് ഹൗസിനെ പറ്റി പറയാനുള്ളത് നോക്കാം. ഹലോ, നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണോ? ഇടയ്ക്ക് വരാറുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ടോ ഇവിടുന്ന്? അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടാവും. പൊതുവെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ ഓർഡർ ആവശ്യപ്പെടുന്നത്? മീൻ തന്നെയാണ്. ഫിഷ് ഒരുപാട് ഓർഡർ. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ആപ്പ് ആയതുകൊണ്ട് അതിന് അധികം ഞാനിപ്പോ കുറച്ച് മുന്നേ വന്ന് പോയിട്ടുള്ളൂ. അതെ, അത്യാവശ്യം എല്ലാ ദിവസം 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും. അത്യാവശ്യം എന്തായാലും 2 തവണ എല്ലാ ദിവസവും ഓർഡർ ഉണ്ടാവുന്നു. നിങ്ങളോട് പേഴ്സണലി അന്വേഷിച്ച് വന്ന ആളുകളുണ്ടോ? എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ആളുകൾ എവിടെയാണ്, ഏത് സ്ഥലത്താണ് അമ്മ മെസ് എവിടെയാണെന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. ഇത് മാവൂർ റോഡിൽ നിന്ന് വരികയാണെങ്കിൽ മൈക്രോ ഹെൽത്ത് ലാബിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയുണ്ട്. അതിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റ് വന്നു കഴിഞ്ഞാൽ അമ്മ മെസ് എന്നുള്ള ബോർഡ് കാണും. ആ വഴി നേരെ വന്നാൽ മതി. പിന്നെ പുതിയ ജംഗ്ഷനാണ് വരുന്നതെങ്കിൽ പുതിയ ജംഗ്ഷനിൽ കുതിരോട്ട റോഡ് കയറി കഴിഞ്ഞാൽ 2ാമത്തെ ലെഫ്റ്റ് നേരെ വന്നു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കളരിൻ്റെ അടുത്തായിട്ട് വരും അമ്മ മെസ്. മീനും ചോറും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. പിന്നെ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും ഇവിടെ ലഞ്ച് അവൈലബിൾ ആണ്. ഇവിടെ ലഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3:30 വരെ ഇവിടെ ലഞ്ച് കഴിക്കാൻ എത്തുന്ന ആളുകളുണ്ട്. ഇവിടെ പൊട്ടാറ്റോ, അതായത് ഓൺലൈൻ ആപ്പുകളിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് പൊട്ടാറ്റോ ആണ് ഇവിടെ ഡെലിവറി ചെയ്യുന്നത്. ഇവിടെ പൊട്ടാറ്റോ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവൈലബിൾ ആണ്. അവർ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന, ഒരുപാട് ഓർഡറുകൾ വരുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്, ഒരു മെസ് ഹൗസ് കൂടിയാണ് ഇവിടെ. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തു, ഫുഡ് വാങ്ങി നമ്മൾ പോവാണ്. അപ്പം എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും താങ്ക് യു. അപ്പം വീണ്ടും അമ്മ മെസ്സിലേക്ക് വരാൻ തീർച്ചയായിട്ടും, കാരണം ടേസ്റ്റ് തന്നെയാണ് അമ്മ മെസ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലൂടെ ബൈ.